സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്നേ നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. നന്ദം വന്നേനാമേ എന്റെ പൊന്നേ നന്ദം വന്നേനാമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്ദി കേയുള്ള മഹൽശക്തി നീയേ. നാഥാന്തി കേയുള്ള മഹൽശക്തി നീയേ. സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും വീറുത്താൻ കഴിവുള്ളവനേ. എന്നെ മുറ്റും വീറുത്താൻ കഴിവുള്ളവനേ. മന്നീടത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്നേനം ചെയ്യും തിരുനാമത്തിന്. ദേവാ വന്നേനം ചെയ്യും തിരുനാമത്തിന്. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ.
പടജനവും അവനോട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വയ്പ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തു നിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. പാർക്കുമോർ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ക്രിസ്മസ്, ദൈവം നമ്മോട് കൂടെ ആയിരിക്കാൻ മനുഷ്യപുത്രനായി പിറന്ന ദിവസം. അതെ, ദൈവം നമ്മോട് കൂടെയാണ്. നമ്മളിൽ ഒരാൾ ദൈവമാണ്. രക്ഷയുടെ ഏറ്റവും കാതലായ ഒരു ചിന്ത. ഡൽഹിയിലെ ഒരു കാറ്റഗിസം ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം എങ്ങനെയാണ്? ഗോഡ് ബിക്കെയിം വൺ അമംഗ് us. ഇൻ അതർ വേർഡ്സ്, വൺ അമംഗ് us ഈസ് ഗോഡ്. അതെ, ദൈവം നമ്മളിൽ ഒരാളാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിൽ ഒരാൾ ദൈവമാണ്. നമ്മൾ 3 പേർ ഒന്നിച്ചിരിക്കുമ്പോൾ അതിനിടയിൽ ഒരാൾ ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന്. ചെറിയൊരു കഥ ഞാൻ പറയാം കേട്ടോ. കഥ എങ്ങനെയാണ്? നമ്മുടെ കന്യാസ്ത്രീകളുടെ കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്യാസ സഭ ഒരു കാലത്ത് ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലറിഷ് ചെയ്ത് വന്നിരുന്നു. നല്ലോണം അതങ്ങ് വളർന്നു വരുമായിരുന്നു. പെട്ടെന്ന് ആ ഒരു ഫ്ലറിഷ്നെസ് തീർന്നിട്ട് ചെറിയൊരു ഡിം ഉണ്ടാവാൻ തുടങ്ങി അവരുടെ ആ ഒരു സന്യാസ സഭയ്ക്ക്. കാര്യം ഇത്രയേ ഉള്ളൂ, കന്യാസ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല. സമൂഹത്തിലുള്ള ആളുകളെ കാണുമ്പോഴത്തേക്കിനും ദൈവത്തിൻ്റെ സുവിശേഷം പറയാനായിട്ട് പറ്റുന്നില്ല. അവരോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ ഒന്ന് പെരുമാറാനായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സിന് പറ്റുന്നില്ല. അങ്ങനെ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഭയങ്കര മാറ്റം വന്ന സമയത്ത് ഈ കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീകളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റർ എന്ത് ചെയ്തു? ഒരു ഗുരുവിനെ കാണാനായിട്ട് പോയി. ഗുരു തങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും, തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണും എന്ന ഒരു വിശ്വാസത്തോടെ നമ്മുടെ സുപ്പീരിയർ സിസ്റ്റർ എന്ത് ചെയ്തു? ഒരു ഗുരുവിനെ കാണാനായിട്ട് പോയി. ഗുരുവിനെ കാണാൻ ചെന്നു. നമ്മുടെ സുപ്പീരിയർ സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗുരു, ഞങ്ങൾക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റമാണ് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആരോടും ഞങ്ങൾക്ക് സ്നേഹത്തോടെ പെരുമാറാനായിട്ട് പറ്റുന്നില്ല. ആരെയും ഞങ്ങളുടെ സഹോദരങ്ങളായിട്ട് കാണാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സുവിശേഷം ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ തന്നെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഉടനെ ഈ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും നല്ലവരാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താനും ഒരുപാട് വളരാനും സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു രക്ഷകനുണ്ട്. നിങ്ങളുടെ ഈ ഒരു താഴ്ചയിൽ നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ തന്നെ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഇടയിൽ ഒരു രക്ഷകനുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ രക്ഷകനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് നല്ലത് മാത്രം വരും. ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മളോട് കൂടെ ആയിരിക്കാൻ ദൈവം മനുഷ്യപുത്രനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നതാണ്. നമ്മളിൽ ഒരാൾ ദൈവമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളുക. നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങളുടെ രക്ഷകനുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ ദൈവമാണ്. അങ്ങനെ നമ്മുടെ സുപ്പീരിയർ സിസ്റ്റർ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് അവരുടെ കോൺവെൻറ്റിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള എല്ലാ കന്യാസ്ത്രീകളോടും ഗുരു പറഞ്ഞ കാര്യം പറഞ്ഞു. സുപ്പീരിയർ സിസ്റ്റർ പറഞ്ഞു, ഗുരു പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ഒരു രക്ഷകനുണ്ട്. നമ്മളിൽ ഒരാൾ ദൈവമാണ്, നമ്മളിൽ ഒരാൾ രക്ഷകനാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ കൂടെയുള്ളവരെ രക്ഷകനായി കണ്ടു നോക്കുക. അന്ന് തൊട്ട് എല്ലാ സിസ്റ്റേഴ്സും തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന മറ്റ് ഏത് വ്യക്തിയുമായിക്കോട്ടെ, അവർ രക്ഷകനാണ്, ദൈവമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവർ നല്ല രീതിയിൽ വളരാനായിട്ട് തുടങ്ങി. എല്ലാവരുടെ അടുത്തും ഒത്തിരി സ്നേഹത്തോടെ പെരുമാറാനായിട്ട് അവർക്ക് സാധിച്ചു.
നമ്മുടെ കുടുംബത്തിൽ തന്നെയാണെങ്കിലും അപ്പനും അമ്മയും മക്കളും ഒക്കെ അടങ്ങിയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി രക്ഷകനാണ്, ദൈവമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കുടുംബത്തിനും ഉയർച്ചയും ഉന്നതിയും ഒക്കെ കിട്ടും. പകരം നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തി, നമ്മളോട് സംസാരിക്കാൻ വരുന്നൊരു വ്യക്തി ശത്രുവാണെന്ന് വിചാരിച്ചാലോ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല, നമുക്ക് വളരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ദൈവമാണ്, ഒരാൾ ദൈവത്തിൻ്റെ രക്ഷകനാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ വളരുക. ഈ ക്രിസ്മസ് കാലത്ത് ഈ ഒരു ചിന്ത നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കാം. രക്ഷയുടെ ഏറ്റവും കാതലായ ചിന്ത, നമ്മളിൽ ഒരാൾ ദൈവമാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏവർക്കും മെരി ക്രിസ്മസ്.